ഇപ്പോൾ ലഡാക്കിലേക്ക് കൂടി നമ്മൾ ഒന്ന് പോവുകയാണ്. കഴിഞ്ഞ ദിവസം അവിടെ സംസ്ഥാന പദവിയും സ്വയംഭരണ അധികാരവും ആവശ്യപ്പെട്ടുകൊണ്ട് യുവാക്കളുടെ നേതൃത്വത്തിൽ നടന്ന കലാപം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണ്. അവിടെ കൂടുതൽ കർശന നടപടികളിലേക്ക് കൂടി കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ വിവരം. അത് നമ്മൾ കണ്ടതാണ്. പരിസ്ഥിതി പ്രവർത്തകനായ സോനം വാങ്ചുക്കിന്റെ അറസ്റ്റ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഈ അറസ്റ്റിനെ തുടർന്ന് ഒരുപക്ഷെ കൂടുതൽ സംഘർഷങ്ങൾ ഉണ്ടായേക്കാം എന്ന രഹസ്യാന്വേഷണ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ലഡാക്കിൽ കൂടുതൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ ഇന്റർനെറ്റ് സേവനങ്ങൾ നിർത്തലാക്കിയിരിക്കുകയാണ്. ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ദേശസുരക്ഷാ നിയമപ്രകാരം കഴിഞ്ഞ ദിവസം വാങ്ചുക്കിന്റെ അറസ്റ്റ് ഉണ്ടായത്. കലാപത്തിലേക്ക് ജനങ്ങളെ പ്രേരിപ്പിച്ചു എന്ന കുറ്റമാണ് ചുമത്തിയിരുന്നത്. ഇന്ന് നിയന്ത്രണങ്ങൾ കടുപ്പിക്കുമ്പോൾ ആളുകൾ സംഘടിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേക അനുമതിയില്ലാതെ മാർച്ചോ പ്രതിഷേധ യോഗങ്ങളോ സംഘടിപ്പിക്കരുത് എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്റർനെറ്റ് സേവനം കട്ട് ചെയ്തു. കൂടുതൽ സുരക്ഷാ സേനയെ വിന്യസിച്ചിട്ടുണ്ട്. ഈ വിധത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. BNSലെ സെക്ഷൻ 163 പ്രകാരമാണ് സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നത്. 5 അതിലധികമോ ആളുകൾ കൂട്ടം കൂടുന്നതിനുള്ള നിയന്ത്രണവും അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സുരക്ഷാ പ്രശ്നങ്ങൾ കണക്കിലെടുത്താണ് സോനം വാങ്ചുക്കിനെ രാജസ്ഥാനിലെ ജോധ്പൂരിലെ ജയിലിലേക്ക് മാറ്റിയത്. അതേസമയം അവിടെയും ജയിലിന് പുറത്ത് ചില പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. വാങ്ചുക്കിന്റെ അറസ്റ്റിൽ പ്രതിപക്ഷ പാർട്ടികളായ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും നാഷണൽ കോൺഫറൻസ് പാർട്ടിയും പ്രതിഷേധം ഉന്നയിച്ചു. ലഡാക്കിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പരാജയപ്പെട്ട കേന്ദ്ര സർക്കാർ അതിന്റെ ഉത്തരവാദിത്തം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണ്. ആ പരാജയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഈ വാങ്ചുക്കിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് എന്നതാണ് ഇപ്പോൾ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുന്ന ആരോപണം. അതിനിടയിൽ ഈ വാങ്ചുക്കിന്റെ അറസ്റ്റിനെ ന്യായീകരിച്ചുകൊണ്ട് DGP രംഗത്ത് വന്നു. വാങ്ചുക്കിന്റെ പ്രസംഗങ്ങൾ പ്രകോപനപരമായിരുന്നു എന്നും ഇത് പ്രതിഷേധത്തിലേക്ക് നയിച്ചു എന്നതുമാണ് DGP പറഞ്ഞത്. പ്രതിഷേധക്കാർ പോലീസിനെ ആക്രമിച്ചു. സമാധാന ചർച്ചകൾക്ക് വാങ്ചുക്ക് തുരങ്കം വെച്ചു. വാങ്ചുക്കിന്റെ സ്ഥാപനം നിയമലംഘനം നടത്തുന്നു എന്ന ബോധ്യപ്പെട്ടതിനാലാണ് അറസ്റ്റ് എന്നതുകൂടി പറയുന്നു. ഈ പ്രശ്നപരിഹാര നീക്കങ്ങളും നടക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. ഈ സംഘടനകളെ അനുനയിപ്പിക്കാനുള്ള നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അപ്പോൾ പോലും അവർ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യത്തിലേക്ക് കേന്ദ്ര സർക്കാർ അടുക്കുന്നില്ല എന്ന് വേണം പറയാൻ. കാരണം അവിടെ സംസ്ഥാന പദവി ഒപ്പം തന്നെ സ്വയംഭരണ അവകാശം എന്നതാണ് ഈ പ്രക്ഷോഭകാരികൾ ആവശ്യപ്പെടുന്നത്, അവരുടെ സംഘടന ആവശ്യപ്പെടുന്നത്. പക്ഷേ ഈ സ്വയംഭരണ അധികാരം എന്നത് നൽകാൻ കേന്ദ്രം മടിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അത് തന്ത്രപ്രധാനമായ ഒരു മേഖലയാണ്. ആ മേഖലയിൽ സ്വയംഭരണ അധികാരം കൊടുക്കുന്നത് രാജ്യസുരക്ഷയെ ബാധിക്കും എന്ന ഒരു നിലപാടാണ് കേന്ദ്ര സർക്കാരിനുള്ളത്. അതുകൊണ്ട് ഈ പ്രതിഷേധക്കാരുടെ മറ്റാവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഈ പ്രശ്നപരിഹാരം സാധ്യമാകുമോ എന്നതാണ് കേന്ദ്രം ആലോചിക്കുന്നത്. ഈ സംവരണ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഉള്ള ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഈ പ്രത്യേക സ്വയംഭരണ അധികാരം എന്ന അവരുടെ ആവശ്യം അത് സാധ്യമല്ല എന്നത് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പ്രശ്നപരിഹാരത്തിനുള്ള നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ നടത്തുമ്പോൾ അതിന് ഈ സംഘടനകൾ യോജിക്കുമോ എന്ന കാര്യത്തിൽ സംശയം ഉണ്ട്. കാരണം അത് അംഗീകരിക്കാനുള്ള സാധ്യത വളരെ കുറവ് എന്നാണ് പറയുന്നത്. എന്തായാലും അനുരഞ്ജനത്തിനുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാർ തുടങ്ങുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഉടൻ നടക്കും എന്ന വിവരങ്ങളാണ് ലഡാക്കിൽ നിന്ന് വരുന്നത്. ഇപ്പോൾ സ്വയംഭരണ അവകാശം എന്ന ലഡാക്കിന്റെ ആവശ്യം അത് കേന്ദ്ര സർക്കാരിന് വേണമെങ്കിൽ അത്തരമൊരു തീരുമാനം നടപ്പാക്കാവുന്നതേ ഉള്ളൂ. പാർലമെന്റിൽ ബിൽ അവതരിപ്പിച്ച് പാസാക്കിയെടുത്താൽ അത് സാധ്യമാകും. പ്രതിപക്ഷത്തിനും എതിർപ്പില്ലാത്തതുകൊണ്ട് സാധ്യമാകുമെങ്കിലും അവിടുത്തെ തന്ത്രപ്രധാനമായ മേഖല എന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കേന്ദ്രം അതിന് മടിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സ്വയംഭരണ അധികാരം നൽകിക്കൊണ്ടുള്ള പ്രശ്നപരിഹാരത്തിലേക്ക് കേന്ദ്രം എത്തില്ല എന്നത് ഉറപ്പായിരിക്കുന്നു. ഈ തന്ത്രപ്രധാന മേഖലയിൽ ഇടപെടാനുള്ള പൂർണ്ണ അധികാരം കേന്ദ്ര സർക്കാരിൽ നിലനിർത്തിക്കൊണ്ടുള്ള പ്രശ്നപരിഹാരം എന്നത് കേന്ദ്രം ലക്ഷ്യമിടുന്നു. സർക്കാർ ജോലിയിൽ തസ്തികകൾ കൂട്ടിക്കൊടുത്തുകൊണ്ട് ഒപ്പം തന്നെ ഈ സംവരണത്തിലധികം പരിധി ഉയർത്തിക്കൊണ്ടുള്ള ഒരു പ്രശ്നപരിഹാരം എന്നതാണ്
കേന്ദ്രം ആലോചിക്കുന്നത്. എന്തായാലും ശക്തമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഇനി ഒരു പ്രതിഷേധം അവിടെ രൂപം കൊള്ളാത്ത വിധം സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് ഒപ്പം ഒരു ഭാഗത്ത് പ്രശ്നപരിഹാരത്തിനുള്ള ചർച്ചകൾ നടത്തി കാര്യങ്ങൾ ബോധിപ്പിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് കേന്ദ്രം ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് എത്രമാത്രം സാധ്യമാകും എന്നത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം. ആ ഫോർമുല ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഫോർമുല ഈ ലഡാക്കിലെ സംഘടനകൾ അംഗീകരിക്കാനുള്ള സാധ്യത കുറവാണ് എന്നതാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. പ്രാരംഭ ചർച്ചകൾ തുടങ്ങിവെച്ച് അടുത്ത ആഴ്ചയോടെ ഒരു വിശാലമായ ചർച്ചയിലേക്ക് പോവുക എന്നതാണ് കേന്ദ്രത്തിന്റെ നീക്കം എന്നത് മനസ്സിലാകുന്നു. എന്തായാലും തന്ത്രപ്രധാന മേഖല പാകിസ്ഥാനും ഒപ്പം തന്നെ ചൈനയ്ക്കും താല്പര്യങ്ങൾ ഉള്ള ഇടമാണ്. അവിടെ അതിർത്തി സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്, ഗാൽവാനിലുണ്ടായ പ്രശ്നങ്ങൾ ഉൾപ്പെടെ നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ ആ തന്ത്രപ്രധാന മേഖലയിൽ ഒരു സ്വതന്ത്ര അധികാരം എന്നത് സാധ്യമല്ല എന്ന നിലപാട് കേന്ദ്രമെടുക്കുന്നു. രാജ്യസുരക്ഷയും അതിൻ്റെ അഖണ്ഡതയും അതിർത്തിയും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഒരു രാജ്യം ഒരു പ്രക്ഷോഭത്തിലേക്കോ കലാപത്തിലേക്കോ ഒക്കെ പോകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കപ്പെടണം. അപ്പോൾ തന്നെ അവിടുത്തെ ജനങ്ങളുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടണം എന്ന കാര്യത്തിലും സംശയമില്ല. എന്തായാലും പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കപ്പെടട്ടെ എന്നത് നമുക്ക് ആശിക്കാം. നമ്മുടെ സമയം ഇന്നിവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം.